ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിൻ്റെ നേരം. കുടറിയും സ്നേഹം ആർക്കും സ്വന്തമല്ല, സ്നേഹം ആർക്കും അന്യവുമല്ല. സ്നേഹം ലഭിക്കുന്നവർ ഭാഗ്യവാന്മാർ. പക്ഷേ സ്നേഹം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ശരിയാണ് കേട്ടോ. വിചാരിക്കുന്ന പോലെ തന്നെ സ്നേഹം കിട്ടണം എന്നൊക്കെ വിചാരിക്കാന്നേ ഉള്ളൂ. പക്ഷേ കിട്ടണം എന്നുള്ളതൊരു മസ്റ്റല്ല. എന്നാൽ ചിലരുണ്ട്, അവർ പ്രതീക്ഷിക്കുന്ന, ഇഷ്ടപ്പെടുന്ന അതേ ആളെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് കിട്ടും. അങ്ങനെയുള്ള ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയായിട്ട് ജനിക്കണമായിരുന്നല്ലേ. കുറേ പേരൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഇഷ്ടപ്പെട്ട അതേ ആളെ കിട്ടിയില്ലെങ്കിലും ചെറിയൊരു വേദന വന്നാലും നമ്മളൊക്കെ വീണ്ടും പ്രണയിക്കും. പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ടാണ് ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. കുടറീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു. എൻ്റെ കൂടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട്. ഈയിടെ എവിടെ ചെന്നാലും ഈ ഒരു സെലിബ്രിറ്റിയുടെ പേരാ കേൾക്കുന്നത്. ഹലോ. ഹായ് 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 ഹായ്. ദിസ് ഇസ് റിയ സൈറ ഓൺ ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഹായ് റിയ. ഹായ് റീനു. ഈ റിയ എന്ന് പറഞ്ഞ എല്ലാവർക്കും വേഗം മനസ്സിലാവണം എന്നില്ല കുട്ടി. ഞാൻ മാറ്റി പിടിക്കട്ടെ. ടിസ എബ്രഹാം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഷട്ടറിലെ അങ്ങനെ പറയട്ടെ. മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയ ആളെന്ന് വിളിക്കാം. യെസ്, മിനി സ്ക്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്നു. അതൊരു നല്ല തുടക്കമായിരുന്നല്ലേ. അതെ, ഡെഫിനറ്റ്ലി. സോ ഇന്നത്തെ ലവ് ബൈറ്റ്സിൽ 1 മണി വരെ ഈ ആളാണ് റേണുവിൻ്റെ കൂടെ ഉണ്ടാവുക. നിങ്ങളെ ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് റിയ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെയുണ്ട് ടിസ. ഷോ റിയ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ ശരിക്കും അതെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണ്ടേ? ആ റിലേഷൻഷിപ്പിന് എന്ത് പ്രത്യേകത ഉണ്ടായിരിക്കണ്ടേ? ഒരു റിലേഷനിലാണെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം, നമ്മൾക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അല്ലാതെ ഇപ്പം നമ്മുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ, നമ്മുടെ നെഗറ്റീവ്സ് മാത്രം കണ്ടുപിടിക്കുന്ന ഒരാളെ നമ്മൾ പ്രണയിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ഉണ്ടാവില്ല അതിൽ നിന്ന്. എനിക്ക് തോന്നുന്നു പ്രണയം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫീലാണ്. ദാറ്റ്സ് ട്രൂ. ആ ഒരു ഫീലിൽ എത്ര തവണ എത്തിയിട്ടുണ്ടാവും ടിസ? എണ്ണീട്ടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. തുറന്നു പറയാനായിട്ടൊരു മടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്പർ 567678. ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് റിയ. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എത്ര തവണ പ്രണയത്തിലായെന്ന് ഞാൻ എണ്ണിയിട്ടില്ല എന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് റിയ, കൃത്യമായി പറഞ്ഞാൽ 22 ഫീമെയിൽ കോട്ടയത്തിലെ ടിസ എബ്രഹാം പറഞ്ഞു. അതെ, എണ്ണിയിട്ടില്ലായിരിക്കും, പക്ഷെ ആദ്യത്തെ തവണ ഇത് തുടങ്ങിയത് അത് ഓർമ്മ കാണുമല്ലോ. അതുണ്ട്. സോ ടെൽ മീ, ഈ പ്രണയത്തിന്റെ തുടക്കം, ആദ്യ പ്രണയം അതെവിടെ നിന്നായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ 9th പഠിക്കുമ്പോഴായിരുന്നു. അതിന് മുന്നേ ഇല്ലായിരുന്നു? ഇല്ല, അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ആ ഒരു കുട്ടിക്കളിയല്ലേ, വെറുതെ ഇങ്ങനെ നോക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 9th പഠിക്കുമ്പോഴാണ് ശരിക്കും ഒരു ആൺകുട്ടിയോട് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം തോന്നുന്നത്. ഇപ്പോഴും ഓർക്കുന്നുണ്ടത്. ഈ ഇഷ്ടം തോന്നുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു ആ സമയത്ത്? കാണാനുള്ള ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ. ആളുടെ സ്വഭാവം എന്താണ് ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് കണ്ടു, അപ്പൊ നല്ല കുട്ടിയാണല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. പിന്നെ ബാക്കി സ്ക്രൂ ചെയ്യൽ പരിപാടിയെല്ലാം ഫ്രണ്ട്സിന്റെ കയ്യിലാണ്. അത് ഈ ഒറ്റക്കമ്പി നാടെന്ന് പറയുന്ന പോലെ ഒറ്റ ലൈൻ വലിയായിരുന്നു, അതായത് 1 വേ മാത്രമായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചൊരു റിപ്ലൈ റെസ്പോൺസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? 2 വേ ആയിരുന്നു. പക്ഷേ പകുതിക്ക് വെച്ച് എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അപ്പൊ അതിന് തുടക്കം കുറിച്ചത് ഞാൻ, അതിനൊടുക്കം കുറിച്ചത് ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ. ഇയാളെ വെറുതെ വിടാറായിട്ടില്ല കേട്ടോ. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പിന്നെ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് റിയ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.